ആമ്പൂർ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ കൂടെ കൂട്ടി കഴിച്ചത് ഈ ഒരു കത്തിരിക്ക കുഴമ്പിന്റെ റെസിപ്പി എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയുടെ കൂടെ മെയിൻ ഡിഷായിട്ട് കൂട്ടി കഴിക്കുന്ന ഈ ഒരു കത്തിരിക്ക കുഴമ്പിന്റെ റെസിപ്പി ഇന്ന് കാണാം. ഒരു ജാറിലേക്ക് 3 തക്കാളിയും 3 സവോളയും കുറച്ച് വെളുത്തുള്ളിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തെടുത്ത ജീരകവും ഉലുവയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ കപ്പലണ്ടിയോ കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്ക് കത്തിരിക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ കത്തിരിക്കയാണ് ഈ ഒരു കറിക്ക് ഏറ്റവും നല്ലത്. അത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ വലിയ കത്തിരിക്ക കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത്. കത്തിരിക്ക ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. കൂടെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി മറ്റൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുകും ജീരകവും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഇട്ട് താളിച്ചെടുക്കാം. ഈ താളിപ്പ് ആ കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ കത്തിരിക്ക കുഴമ്പ് റെഡി. നല്ല ആമ്പൂർ സ്റ്റൈൽ ബിരിയാണിയും കൂടെ ഉണ്ടാക്കി ഈ കത്തിരിക്ക കുഴമ്പും കൂടെ കൂട്ടി കഴിച്ചു നോക്കണം മോനെ, കിടിലൻ ടേസ്റ്റ് ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.